ഞാൻ വീണ്ടും വന്നു നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട്. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 8 ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അപ്ഡേറ്റ് തരാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കി നമ്മുടെ ഈ അയൺ ആർമർ എറിഞ്ഞ് കളഞ്ഞിട്ട് ഒരു ഡയമണ്ട് ആർമർ വാങ്ങിക്കാനായിട്ട്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയപ്പോൾ അത്ര ഭംഗിയായിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് കുറച്ചധികം ഭംഗി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ട്രേഡിംഗ് ഹാളിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ട്രേഡിംഗ് ഹാളിലേക്ക് പോകും. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഇവിടെ കുറച്ചധികം വീറ്റ് ഫാം ചെയ്തിട്ടുണ്ട്. ഇത് വീറ്റ് ഫാം ചെയ്യേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ട്രേഡിംഗ് ഹാളിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ട്രേഡിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ആർമർ, നമ്മുടെ ടൂൾസ്, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൂടെ ഞാൻ കുറച്ച് വില്ലേജേഴ്സിനെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ വീറ്റ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ഈ ട്രേഡിംഗ് ഹാളിൽ നടുക്ക് ഞാൻ ഒരു ഹൃദയമാണ് ഉദ്ദേശിച്ചത്. അത് ഹൃദയം പോലെ വന്നോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ നോക്കിയിട്ട് പറ ഹൃദയം പോലെ വന്നോ എന്ന്. നമുക്ക് അങ്ങനെ സമയം കളയാനില്ല. അപ്പം നമുക്ക് നേരെ നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് നമ്മുടെ വില്ലേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡയമണ്ട് ടൂൾസും ആർമറും ഒക്കെ വാങ്ങിക്കാം. അപ്പം ഞാൻ അത് വാങ്ങിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. Take me home, take me on a ride.
നമ്മുടെ ട്രേഡിംഗ് ആണ്. ഞാൻ ഇങ്ങനെ ഒരു വില്ലേജറിനെ വെച്ചിട്ടുണ്ട്. ഈ വില്ലേജറുമായിട്ട് നമുക്ക് എൻഡർപേൾ ട്രേഡ് ചെയ്യാം. എൻഡർപേൾ വെച്ചിട്ടാണ് നമ്മൾ ഫൈനലി എൻഡ് പോർട്ടൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നല്ല യൂസ്ഫുൾ ആവും. പിന്നെ ഈ വില്ലേജറിന് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇതുപോലത്തെ കുറേ കളർ ബിൽഡിംഗ് ബ്ലോക്ക് കിട്ടും. അതിനുവേണ്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വില്ലേജേഴ്സിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐറ്റം ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇവിടുത്തെ ചെസ്റ്റിൻ്റെ നേരെ ഇങ്ങനെ വയ്ക്കാനായിരുന്നു. നമ്മൾ എന്തൊക്കെ ഐറ്റംസ് എവിടെയൊക്കെയാണ് വയ്ക്കുന്നതെന്ന് ഇങ്ങനെ ഓരോ ചെസ്റ്റ് തുറന്നു നോക്കി വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ടൈം വേസ്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റം ഫ്രെയിം വെച്ചിട്ട് അതിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ അതുപോലെ നല്ല ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എൻചാൻമെൻറ്റ് ബുക്കൊക്കെ നമ്മുടെ വില്ലേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം. അപ്പോൾ പോയിട്ട് അടുത്ത വീഡിയോയ്ക്ക് വാ. ടാറ്റ ബൈ ബൈ.